ഹായ്. സാധാരണ ട്രെയിനിങ് വീഡിയോസ് മാത്രമാണ് നമ്മളുടെ പേജിൽ പോസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് വന്നു. റഹീമിൻ്റെ ജീവൻ രക്ഷിക്കാൻ 34 കോടി രൂപ പേ ചെയ്യണമെന്ന് പറയുമ്പോൾ പകച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ, ഒരു ഉമ്മയുടെ കണ്ണീര് നമ്മളുടെ കേരളം മുഴുവൻ കാണുകയും ആ കണ്ണീര് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ, ആ കരയുന്ന പിക്ചർ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മളെല്ലാവരും കണ്ട പ്രവർത്തനമാണ് ബോച്ചയുടെ പ്രവർത്തനങ്ങൾ. അദ്ദേഹം വെയിലും മഴയും ഒരു കോടീശ്വരനായിട്ട് അദ്ദേഹം സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ ബക്കറ്റ് പിരിവെടുത്ത് അദ്ദേഹം 34 കോടി രൂപ എത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരുമ കണ്ടു. അതുപോലെ തന്നെ ഒരു കോടീശ്വരൻ്റെ വിശാല ഹൃദയം കണ്ടു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. യെസ്, പ്രവീൺ സാറിൻ്റെ കൂടെ. ഇന്ന് എന്താ പറയുക, അഭിമാനം തോന്നുന്നു എൻ്റെ നാട്ടുകാരോട് അല്ലെങ്കിൽ മലയാളികളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കൊരാവശ്യം വരുന്ന സമയത്ത് ജാതി മത ഭേദമില്ലാതെ, അല്ലേ, രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിലെത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഫണ്ട് സമാഹരണം. അതിന് ബോച്ചയെ നേതൃത്വം വഹിക്കുന്നു. ബോച്ചയെ മാത്രമല്ല, ഒരുപാട് സുമനസ്സുകൾ ഇതിന് ഭാഗമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം എടുക്കുന്ന ഒരു എഫേർട്ടിനെ മാനിക്കാതെ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും എഫേർട്ടാണ്. തിരുവനന്തപുരം തൊട്ട് ഒരു യാചക യാത്ര ഉണ്ടാക്കി പല ആളുകളുടെ അടുത്തും അദ്ദേഹം നേരിട്ട് ചെല്ലുന്നു. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് മുഴുവൻ തരംഗമാണ്. അപ്പം ആ എഫേർട്ടിനെ എന്തായാലും മാനിക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും ഇതിൻ്റെ ഭാഗമാവാമെന്ന്. അപ്പം ഇന്ന് അദ്ദേഹം തൃശ്ശൂരെത്തുവാണ്. നമ്മുടെ ഈ യാത്ര തൃശ്ശൂരെത്തുവാണ്. അപ്പോൾ തൃശ്ശൂർ ദാസ് കോണ്ടിനെൻ്റലിൻ്റെ പാർക്കിങ്ങിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം അല്പസമയത്തുള്ള അദ്ദേഹം ഇവിടെ എത്തും എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അഭിമാന നിമിഷം. ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിന് ബോച്ചയെ വളരെ വളരെ എന്താ പറയുക, ഫ്രം മൈ ഹാർട്ട് റിയലി അപ്രിഷിയേറ്റിംഗ്. ഒപ്പം ഇതിൻ്റെ ഒപ്പം നിന്ന കേരളത്തിലെ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും എല്ലാവിധ ആശംസകളും. നമ്മളത്ര മോശം ആളുകളൊന്നും അല്ലടോ, നമ്മളൊക്കെ നല്ല മനസ്സുള്ള ആളുകളാണ് എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ച നിമിഷങ്ങളാണ്. എനിവേ, ആ മനുഷ്യന് വീണ്ടും കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം നമുക്ക് ഈ 34 കോടി എന്ന് പറയുന്ന ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 26 കോടി കടന്നിട്ടുണ്ട്. ഇനി ഇപ്പോഴും സെൻട്രൽ കേരള എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നോർത്ത് കേരളയിലോട്ട് കയറാൻ പോവുകയാണ്. സോ ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. ഐ വിഷ് യു ഓൾ ദി സക്സസ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. പ്രവീൺ സർ, ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വണ്ടിയിൽ എഴുതിയിട്ടുണ്ട്, ബോച്ചയുടെ വണ്ടിയിൽ എഴുതിയിട്ടുള്ള കമന്റ്, 1 കോടി രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും അതൊരു ജീവന്റെ വിലയാണ്. 100%. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം തന്നെയാണിത്. കാരണം എന്താ വെച്ചാൽ 18 വർഷം അദ്ദേഹം ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്, അല്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ കരോളിന് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോഴുള്ള വിഷമം നമുക്കറിയാം. അങ്ങനെ വെച്ചാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുക അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുക. ഞങ്ങൾ പള്ളിയിൽ കരോള് നടത്താനൊക്കെ ആയിട്ട് അതാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിയുള്ള പരിചയം. പിന്നെ വല്ല ട്രാഫിക് വയലേഷൻ, വല്ല ഓവർ സ്പീഡിന് വെറ്റിയടിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ ഒരു 18 വർഷം ഒരാൾ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുക, അതും ഒരു ചെറിയൊരു അബദ്ധത്തിൻ്റെ പുറകിൽ. സോ അനുഭവിക്കേണ്ടതിൻ്റെ മാക്സിമം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പം ഇനി അദ്ദേഹത്തിനൊരു സ്വാതന്ത്ര്യം കിട്ടണം. അപ്പം എന്തായാലും ഈ ഒരു എഫേർട്ട് എന്തായാലും നല്ലതാണ്. ഇനി അത് കഴിഞ്ഞ് കൊലമരത്തിലോട്ടാണ് പോകുന്നത്. അപ്പം അതിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നത്. അതിന് പണം ഒരു തടസ്സമല്ല, അത് മലയാളിക്ക് അതൊരു വിഷയമല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. 34 കോടി രൂപ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ഇങ്ങനത്തെ ഒരു കളക്ഷൻ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു കേരളത്തിൽ. യാത്ര 5 ജില്ലകളിൽ എത്തിയിട്ടുള്ളൂ. സെൻട്രൽ കേരള വരെ അല്ലേ എത്തിയിട്ടുള്ളൂ. കറക്റ്റ് ഏതൊക്കെ ജില്ലകളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സെൻട്രൽ കേരളം എത്തിയിട്ടുള്ളൂ. നമ്മൾ തൃശ്ശൂരാണല്ലോ സെൻട്രൽ കേരളം. ഇപ്പോൾ ഇവിടുന്ന് പാലക്കാട്ടേക്കാണ് പോകേണ്ടത്. പാലക്കാട് മണ്ണാർക്കാട് വഴിയാണ് ഇനി ഈ യാത്ര. കോഴിക്കോട്, അതുപോലെ മലപ്പുറത്ത് എത്തിയിട്ടില്ല. ഇനി അങ്ങോട്ടൊക്കെ കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഡെഫിനറ്റ്ലി ഇപ്പോൾ 26 കോടി ഇപ്പോൾ ആയ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കേരളത്തിൻ്റെ മനസ്സ്, ഐ ഡോണ്ട് ഹൗ ടു അപ്രീഷിയേറ്റ് ദം. അത്രയും നല്ല മനസ്സാണ് കേരളത്തിൽ. എന്തായാലും റഹീം തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ഞാനും. സൗദി അറേബ്യയിൽ നിന്ന് അദ്ദേഹം ഒന്ന്, അല്ലേ, ഫ്യൂച്ചറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ റഹീമിൻ്റെ ഒരു ഫ്ലൈറ്റ് ജേണി ഉണ്ടാവും. റഹീം അവിടെ നിന്ന് തിരിച്ച് കയറി കേരളത്തിലെത്തി ആ ഉമ്മയെ കാണുന്നത്, ആ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്യാം, അല്ലേ,
വളരെ രസകരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഉമ്മയുടെ അടുത്ത് എത്താൻ പറ്റട്ടെ, ആ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. യെസ്, താങ്ക് യു.